വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ LGSന്റെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ ഇന്ന് നമ്മൾ 7 ഡേയ്സ് ചലഞ്ചിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോയ മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക് കേരള ഭൂപ്രകൃതി വിഭജനമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണ്? കേരള ഭൂപ്രകൃതി വിഭജനം. അപ്പൊ നമ്മൾ പറഞ്ഞു, നമുക്ക് LGSന്റെ സിലബസിലാകട്ടെ LDSന്റെ സിലബസിലാകട്ടെ നമുക്ക് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം എന്നൊരു ടോപ്പിക് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോർഷൻ ആണ് ഇത് കേരള ഭൂപ്രകൃതി വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കേരള ഭൂപ്രകൃതി വിഭജനം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ ഇത് മനസ്സിലാക്കി വരാം. അപ്പം എങ്ങനെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭജിച്ചിരിക്കുന്നത്? അതായത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ വിഭജിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3 വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സമുദ്രനിരപ്പിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. എന്താണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭജനത്തെ കുറിച്ചാണ് നമ്മൾ പാഠഭാഗത്ത് ഈ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അന്ന് ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ലൊക്കേഷൻ ആണ്. കേരളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ മാപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്? അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളത്തിന്റെ ലൊക്കേഷൻ. കേരളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഭൂപ്രകൃതി വിഭജനത്തിൽ പ്രധാനം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് മലനാടിനെ കുറിച്ചാണ്. മലനാട്, അപ്പൊ മലനാട് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അവിടെ ധാരാളം മലകളൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ കുന്നുകളും മലകളും ഒക്കെ ധാരാളം കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് മലനാട് എന്നറിയപ്പെടുന്നത്. അപ്പൊ പർവ്വതങ്ങൾ ഉള്ള ഭൂപ്രദേശമാണ് മലനാട് എന്നറിയപ്പെടുന്നത്. സംഘകാലത്ത് കുറിഞ്ചി, മുല്ല എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ്? മലനാടാണ്. കുറിഞ്ചി, മുല്ല എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നത് മലനാടാണ്. സംഘകാലത്ത് കുറിഞ്ചി, മുല്ല എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്നത് മലനാടാണ്. ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. അതായത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഇനി മലനാട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഏതിന്റെ? മലനാടിന്റെ. പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് മലനാടിന്റെ. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എത്ര ശതമാനത്തോളമാണ് മലനാട്? കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി 48% മലനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 75 കിലോമീറ്ററോളം അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 കിലോമീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ്. ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു. ഇനി പ്രദേശത്തിൽ കൂടുതലും ഉയരം കൂടിയ കുന്നുകളും മലകളും പർവ്വതങ്ങളുമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്നാണ്, ഈ മലനാടിൽ നിന്നാണ് കേരളത്തിന്റെ ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം പശ്ചിമഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വ്യാപിച്ചു കിടക്കുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരുന്നത്. തെക്ക് തമിഴ്നാട് വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചിടക്കുന്ന പർവ്വതനിരകൾ ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഭാഗമാണ് മലനാട്. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഭാഗമാണ് മലനാട്. അങ്ങനെയെങ്കിൽ മലനാടിൽ നിന്നാണ് എല്ലാ നദികളും കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് പറഞ്ഞു. അതായത് പശ്ചിമഘട്ടത്തിലെ മലനാടിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. വയനാട് പീഠഭൂമി എവിടെയാണ് കാണപ്പെടുന്നത്? മലനാടിനാണ് അല്ലെ. വയനാട് പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി കാണപ്പെടുന്നത് മലനാടിനാണ്. വയനാട് പീഠഭൂമി മലനാടിനാണ് കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? മലനാടിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലേ. മലനാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ മലകളും കുന്നുകളും പർവ്വതങ്ങളും നിറഞ്ഞ ഭൂപ്രദേശമാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പറഞ്ഞു 75 മീറ്ററോളം സമുദ്രനിരപ്പിന്റെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിനേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് മലനാട്. ഈ മലനാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ പ്രധാന ഭാഗമാണ് മലനാട്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മലനാട്. മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തെ കുറിച്ച് കുറച്ച് വസ്തുതകൾ മനസ്സിലാക്കി പോവാം. പശ്ചിമഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പശ്ചിമഘട്ടം എവിടെ കാണപ്പെടുന്നു? അതായത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വ്യാപിച്ചിടക്കുന്ന പർവ്വതനിരകളാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ.
തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വ്യാപിച്ചിരുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ കിഴക്കേ അതിരായി കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. കേരളത്തിന്റെ കിഴക്കേ അതിരായി കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. അത് കേരളത്തിന്റെ കിഴക്കൻ അതിരായിട്ടാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ കാണപ്പെടുന്നത്. ഇനി പശ്ചിമഘട്ട പർവ്വതനിര കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. അത് ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇനി പശ്ചിമഘട്ട പർവ്വതനിരകൾ പ്രധാനം വ്യാപിച്ചു കിടക്കുന്ന 6 സംസ്ഥാനങ്ങളായിട്ടാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ പ്രധാനം വ്യാപിച്ചു കിടക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ പ്രധാനമായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അങ്ങനെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളായിട്ടാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇതിൽ പശ്ചിമഘട്ട പർവ്വതനിരകൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കർണാടകയാണ്. കർണാടകയിലാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത്. ഇനി പശ്ചിമഘട്ട പർവ്വതനിരകൾ ഏറ്റവും കുറച്ച് മാത്രം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. ഇനി പശ്ചിമഘട്ട പർവ്വതനിരകൾ 6 സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ 2 കേന്ദ്രഭരണ പ്രദേശം കൂടി വ്യാപിച്ചിറക്കുന്ന പശ്ചിമഘട്ട പർവ്വതനിരകൾ വ്യാപിച്ചിറക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ദാമൻ ദിയും പോണ്ടിച്ചേരിയുമാണ്. ഏതാണ്? ദാമൻ ദിയും പോണ്ടിച്ചേരിയും. ദാമൻ ദിയും പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ 2 കേന്ദ്രഭരണ പ്രദേശവും കൂടി പശ്ചിമഘട്ട പർവ്വതനിരകൾ വ്യാപിച്ചിറക്കുന്നു. പശ്ചിമഘട്ട പർവ്വതനിരകൾ പ്രധാനം വ്യാപിച്ചിറക്കുന്ന 6 സംസ്ഥാനങ്ങളുടെയാണ് ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് കർണാടകത്തിലും ഏറ്റവും കുറച്ച് പ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് ഗോവയിലുമാണെന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ പറഞ്ഞ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കരഭാഗത്തിന്റെ 6% പശ്ചിമഘട്ടം രൂപം കൊള്ളുന്നു. ഇന്ത്യയുടെ കരഭാഗത്തിന്റെ 6% എന്ത് രൂപം കൊള്ളുന്നു? പശ്ചിമഘട്ടം രൂപം കൊള്ളുന്നു. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളോട് കടന്നു പോകുന്നുണ്ട് പറഞ്ഞു. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. ഇനി പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം നമ്മൾ പഠിച്ചു. ഏറ്റവും കുറവ് കടന്നു പോകുന്ന സംസ്ഥാനം നമ്മൾ നോക്കി. ഇനി പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കരഭാഗത്തിന്റെ 6% നാം മനസ്സിലാക്കി. അതുപോലെ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശ്രയുടെ 1.18% നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ത്യയുടെ ആകെ സമുദ്രഭാഗത്തിന്റെ 10% കേരളത്തിലെ കടൽത്തീരം. അപ്പൊ ഇന്ത്യയുടെ സമുദ്രഭാഗം എടുക്കാൻ ആ സമുദ്രഭാഗത്തിന്റെ 10% മാത്രം കടൽത്തീരമാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയുടെ സമുദ്രഭാഗത്തിന്റെ 10% കടൽത്തീരം മാത്രമാണ് കേരളത്തിന് ഉള്ളത്. ഇനി പശ്ചിമഘട്ടത്തിന്റെ ഉയരം നമ്മൾ നോക്കി. പശ്ചിമഘട്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വ്യാപിച്ചെടുക്കുന്നു വെച്ചാൽ 1600 കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്നു. അതിന്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 1200 മീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തുടർച്ചയായ പർവ്വതനിര. പശ്ചിമഘട്ടം തുടർച്ചയായ പർവ്വതനിര. പശ്ചിമഘട്ടത്തിൽ തുടർച്ചയായ പർവ്വതനിര ആണെങ്കിൽ പോലും അതിൽ ധാരാളം ചുരങ്ങൾ കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട 3 ചുരങ്ങൾ നോക്കാം. ഥാർക്കഡ് ചുരം, ഫോർക്കഡ് ചുരം, പാലക്കാട് ചുരം. ഥാർക്കഡ് ചുരം, ഫോർക്കഡ് ചുരം, പാലക്കാട് ചുരം. അതിൽ ഥാർക്കഡ് ചുരം എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമഘട്ടത്തിലെ ഥാർക്കഡ് ചുരം എന്ന് പറയുന്നത് നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കും. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഥാർക്കഡ് ചുരം. ഈ ഫോർക്കഡ് ചുരം എന്ന് പറയുന്നത് മുംബൈ പൂനെയുമായി ബന്ധിപ്പിക്കും. നാസിക്കിനെ മുംബൈ ബന്ധിപ്പിക്കുന്ന ഥാർക്കഡ് ചുരവും ഫോർക്കഡ് ചുരം എന്ന് പറയുന്നത് മുംബൈ പൂനെയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഈ പാലക്കാട് ചുരം എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം, അല്ലെങ്കിൽ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം, അതും അല്ലെങ്കിൽ കൊച്ചിയെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരമാണ് ഈ ചുരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചുരം. അപ്പൊ ഥാർക്കഡ് ചുരം, ഫോർക്കഡ് ചുരം, പാലക്കാട് ചുരം ഇതെല്ലാം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ ചുരം എന്ന് വെച്ചാൽ പാലക്കാടൻ ചുരമാണ്. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞാൽ എന്താണ്? പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചിയെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ഥാർക്കഡ് ചുരം എന്ന് പറയുന്നത് നാസിക്കിനെ മുംബൈയെ ബന്ധിപ്പിക്കുന്നു. ഫോർക്കഡ് ചുരം എന്ന് പറയുന്നത് മുംബൈ പൂനെയുമായി ബന്ധിപ്പിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ ആരവല്ലി പർവ്വതനിരയാണ്. ഈ ആരവല്ലി പർവ്വതനിര ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതമാണെന്ന് പറയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ പർവ്വതനിര വെച്ചാൽ അത് ഹിമാലയ പർവ്വതമാണ്. ഹിമാലയ പർവ്വതത്തിനേക്കാൾ
പ്രായം കൂടിയ പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. അപ്പൊ ഹിമാലയ പർവ്വതനേക്കാൾ പ്രായം കൂടിയ പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. ഇനി ഇന്ത്യയുടെ പശ്ചിമഘട്ട പർവ്വതനിര എന്ന് പറയുന്നത് ഇവിടെ ലൊക്കേഷൻ പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ട പർവ്വതനിരകൾ. എന്നാൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂർവ്വഘട്ട പർവ്വതനിരകൾ. പൂർവ്വഘട്ട പർവ്വതനിരകൾ പശ്ചിമഘട്ട പർവ്വതനിരകൾ നമ്മൾ കമ്പയർ ചെയ്താൽ അതിൽ പ്രായം കൂടിയ പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് പൂർവ്വഘട്ട പർവ്വതനിരയാണ്. അപ്പൊ പശ്ചിമഘട്ട പർവ്വതനിരകൾ ഹിമാലയ പർവ്വതത്തിനേക്കാൾ പ്രായം കൂടുതലാണ്, എന്നാൽ പൂർവ്വഘട്ട പർവ്വതനിരയേക്കാൾ പ്രായം കുറഞ്ഞതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാറുള്ളത് പശ്ചിമഘട്ടത്തിന്റെ വടക്ക് ഭാഗത്ത് സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. പശ്ചിമത്തെ വടക്ക് ഭാഗം സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. സഹ്യാദ്രി സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടൻ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ സഹനത്തിന്റെ പർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ട പർവ്വതനിരകളാണ്. അത് വടക്ക് ഭാഗത്താണ് ആ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഇത് സഹ്യപർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ട പർവ്വതനിരകളാണ്. ഇനി തമിഴ്നാട്ടിലും കർണാടകയിലും സഹ്യപർവ്വത നിരകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമഘട്ടം എങ്ങനെ അറിയപ്പെടുന്നത്? നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ സഹ്യപർവ്വതം എന്നല്ല അറിയപ്പെടുന്നത്, നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. ഈ പശ്ചിമഘട്ടത്തിലെ റാണി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ അത് ഊട്ടിയാണ്. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? അത് ഊട്ടിയാണ്. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണെന്ന് വെച്ചാൽ അത് നീലക്കുറിഞ്ഞിയാണ്. ഇനി കേരളത്തിൽ പ്രധാനമായിട്ട് ഉള്ള നദികൾ എത്രയാണ്? 44 നദികളാണ് കേരളത്തിലുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നെന്ന് നമുക്കറിയാം. അതില് 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് 44 നദികളും ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മലനാടിൽ നിന്നാണ് ഈ 44 നദികളും ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പശ്ചിമഘട്ടത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. കേരളത്തിൽ പ്രധാനപ്പെട്ട നദികൾ എത്രയാണ്? കേരളത്തിൽ എത്ര നദികളുണ്ട്? പ്രധാനമായിട്ട് അത് കേരളത്തിലെ നദികളുടെ എണ്ണം 44ആണ്. അങ്ങനെ 44 നദികൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ബാക്കി 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ കേരളത്തിലെ നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഇനി ഈ പറയുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അതായത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനാടിൽ നിന്നാണ് ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന ഈ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് ഒഴുക്കിന്റെ വേഗത കൂടുതലായിരിക്കും. ഇനി കൃഷ്ണ ഗോദാവരി കാവേരി മുതലായ നദികൾ പശ്ചിമഘട്ടത്തിന്റെ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഇതേപോലെ പശ്ചിമഘട്ടത്തിലാണ് ഉത്ഭവിക്കുന്നത്, പക്ഷെ അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കൃഷ്ണ ഗോദാവരി കാവേരി മുതലായ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പക്ഷെ അത് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. അങ്ങനെ കിഴക്കോട്ട് ഒഴുകി പതിക്കുന്ന ഈ നദികളുടെ ഒഴുക്ക് താരതമ്യേന കുറവായിരിക്കും. ഇവിടെ ഒഴുക്ക് കുറവായിരിക്കും. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ഒഴുക്ക് കുറവായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ കേരളത്തിലെ 41 നദികളും ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 41 നദികളിലേക്ക് ഒഴുക്ക് വളരെ കൂടുതലായിരിക്കും. കാരണം അവര് പടിഞ്ഞാറോട്ടാണ് ഒഴുകി അറബിക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ. പശ്ചിമഘട്ടത്തിലെ സൈലന്റ് വാലി, അതുപോലെ തന്നെ അതുപോലെ ഇരവികുളം എല്ലാം ദേശീയ ഉദ്യാനങ്ങളെല്ലാം പശ്ചിമഘട്ടത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിലാണ്. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് പശ്ചിമഘട്ടമാണ്. അതുപോലെ തെക്ക് വടക്ക് മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്നത് പശ്ചിമഘട്ടമാണ്. അങ്ങനെ ഈ കേരളത്തിൽ ഉടനീളം മഴ പെയ്യാൻ സഹായിക്കുന്ന പശ്ചിമഘട്ടമാണ്. അതിന്റെ മറുഭാഗം മഴനിഴൽ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ തെക്ക് വടക്ക് മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന പശ്ചിമഘട്ടമാണ്. അതുപോലെ ഇന്ത്യയുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നത് പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ വളരെ കൂടുതലായിരിക്കും, എന്നാൽ അതിന്റെ മറുഭാഗത്ത് മഴനിഴൽ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. ലോകത്തിലെ ഹോട്ടസ്റ്റ് സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പശ്ചിമഘട്ടം. ലോകത്തിലെ ഹോട്ടസ്റ്റ് സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യ പ്രദേശമാണ് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നു. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇനി ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടി, ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? ആനമുടിയാണ്. ഇനി പശ്ചിമഘട്ടം മൂന്നാറിൽ, അതായത്
നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി എന്ന് പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയപ്പെടുന്ന ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അതും ആനമുടിയാണെന്ന് പറഞ്ഞു. പശ്ചിമഘട്ടം മൂന്നാറിൽ എത്തുന്ന ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ അവ 3 ഭാഗങ്ങളിൽ വിഭജിച്ച് പിരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ പശ്ചിമഘട്ടം അങ്ങനെ പശ്ചിമഘട്ടത്തിൽ കിഴക്കോട്ട് ചിതറി പോകുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പളനിമല എന്നാണ്. പശ്ചിമഘട്ടത്തില് കിഴക്കോട്ട് ചിതറി പോകുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പളനിമല. ഇനി പശ്ചിമഘട്ടത്തിൽ തെക്കോട്ട് ചിതറിപ്പോകുന്ന മലനിരകൾ അറിയപ്പെടുന്നതാണ് ഏലമല. എന്താണ്? ഏലമലയാണ് പശ്ചിമഘട്ടത്തിൽ തെക്കോട്ട് ചിതറിപ്പോകുന്ന മലനിരകൾ അറിയപ്പെടുന്നത് ഏലമലയാണ്. ഏലമലയിലെ ഏറ്റവും വലിയ ഏലമല അല്ലെങ്കിൽ കാർഡമം ഹിൽസ്. ഏലമലയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല എന്ന് പറയുന്നത് അത് നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വടക്കോട്ട് പോകുന്ന പശ്ചിമഘട്ടത്തിൽ മൂന്നാറിൽ എത്തുമ്പോൾ വടക്കോട്ട് പോകുന്ന മലനിരകൾ അറിയപ്പെടുന്നത് എന്താണ്? ആനമല എന്നാണ് അറിയപ്പെടുന്നത്. ആനമല. അപ്പൊ ഏലമലയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമലയാണ്. ഇനി കേന്ദ്ര സർക്കാർ ഈ അഗസ്ത്യമലയിൽ സുരക്ഷ ജൈവ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 2001 സുരക്ഷ ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ 2001 അഗസ്ത്യമലയെ പ്രഖ്യാപിച്ചത്. ഇനി നമ്മൾ ആനമുടിയെ കുറിച്ച് പറഞ്ഞു. ആനമുടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണെന്ന് പറയപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറഞ്ഞു. ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പറഞ്ഞു ആനമുടി എന്ന്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതെന്ന് വെച്ചാൽ മീശപ്പുലിമലയാണ്. ഏതാണ്? മീശപ്പുലിമലയാണ് പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഏതാണ്? മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി വെച്ചാൽ അത് മീശപ്പുലിമലയാണ്. അത് മൂന്നാറിൽ തന്നെ. മീശപ്പുലിമല എവിടെ തന്നെയാണ്? മൂന്നാറിൽ തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിനെ UN പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്. UN പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾക്കൊള്ളിച്ച വർഷം എന്ന് പറയുന്നത് 2012. 2012 പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2012 2012 ജൂലൈ 1 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് സമ്മേളനത്തിൽ വെച്ചാണ് പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അഗസ്ത്യാർകൂട സംരക്ഷ ജൈവ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 2001 അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏലമലയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ഇനി യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ അത് അഗസ്ത്യാർ മലയാണ് അല്ലെങ്കിൽ അഗസ്ത്യകുടമാണ്. ഇത് എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ്. ഇനി ഇന്ത്യയുടെ ആകെ കരഭാഗത്തിന്റെ 6% ഉൾക്കൊള്ളുന്നത് പശ്ചിമഘട്ടമാണെന്ന്. ഇന്ത്യയുടെ കരഭാഗത്തിന് 6% പ്രദേശം ഉൾക്കൊള്ളുന്നത് പശ്ചിമഘട്ടമാണെന്ന് പറഞ്ഞു. ഇനി പശ്ചിമഘട്ടം ഇന്ത്യയുടെ കരഭാഗത്തിന് 6% ഉൾക്കൊള്ളുന്നു. അപ്പൊ പശ്ചിമഘട്ടത്തിൽ പ്രധാനപ്പെട്ട 39 കേന്ദ്രങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിൽ പ്രധാനമായിട്ട് 39 കേന്ദ്രങ്ങളുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അല്ലെങ്കിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പശ്ചിമഘട്ടത്തിന് 39 കേന്ദ്രങ്ങളുണ്ട്. അതിൽ 20 കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നത് കേരളത്തിലാണ്. ബാക്കിയുള്ള കേന്ദ്രങ്ങൾ കർണാടകയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമാണ്. ഇനി UN ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിക്കുന്നത് UN ആചരിക്കുന്നത് 2010. UN എന്ത് ചെയ്യുന്നു? ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിക്കുന്നത്.
2010 UN ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിക്കുന്നത്. ഇനി ആഗോള ജൈവ ദിനം എന്നറിയപ്പെടുന്നത് മെയ് 22 UN ജൈവ വൈവിധ്യ വർഷമേ ആചരിക്കുന്നത് 2010 അതുപോലെ തന്നെ UN ജൈവ വൈവിധ്യ ദശാബ്ദമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2011 മുതൽ 2020 വരെയാണ് UN ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിക്കുന്നത്. ഇനി UN ജൈവ വൈവിധ്യ വർഷം എന്ന് പറയുന്നത് 2010 UN ജൈവ വൈവിധ്യ ദശാബ്ദമായിട്ട് ആചരിക്കുന്നത് ഏതാണ് 2011 മുതൽ 2020 വരെ കാലഘട്ടമാണ്. ഇനി ആഗോള ജൈവ വൈവിധ്യ ദിനം എന്നറിയപ്പെടുന്നത് മെയ് 22 മെയ് 22 ആഗോള ജൈവ വൈവിധ്യ ദിനം എന്ന് അറിയപ്പെടുന്നത്. ഇനി ജൈവ വൈവിധ്യത്താൽ സമ്പുഷ്ടമായ പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പശ്ചിമഘട്ടം ധാരാളം ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ്. അതായത് മാംഗനീസ്, അയൺ, അലുമിനിയം മുതലായ ധാതുക്കൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇനി ജൈവ വൈവിധ്യം സമ്പുഷ്ടമായ പ്രദേശമാണെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം സസ്തനികൾ കാണപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട വാവലുകളൊക്കെ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ടമാണ്. അതുപോലെ തന്നെ ധാരാളം ചിത്രശലഭങ്ങൾ, വൈവിധ്യമായ ചിത്രശലഭങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്ത പക്ഷികളൊക്കെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു. ഇതില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നത് ഈ പശ്ചിമഘട്ട ഭാഗത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ജൈവ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് അറിയപ്പെടുന്നത് ബുദ്ധമയൂര്യൻ. കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയാണ് കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം. ഇനി കേരളത്തിലാണ് ധാരാളം ജൈവ ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ തെന്മലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് എവിടെയാണ്? കേരളത്തിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം എന്ന് അറിയപ്പെടുന്നത് ബുദ്ധമയൂരിയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി പശ്ചിമഘട്ടത്തിന്റെ ദുർബലതയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2010 ആ കമ്മിറ്റി നിയോഗിച്ചത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട ദുർബലതയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇനി ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പരാമർശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അതാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ. ഇതാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ. അപ്പൊ ഈ രണ്ട് കമ്മീഷനും കേന്ദ്ര സർക്കാരുകൾ നിയോഗിച്ചതാണ്. ഇനി ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഉമ്മൻ പി ഉമ്മൻ കമ്മിറ്റി. ഇതാണ് ഉമ്മൻ പി ഉമ്മൻ കമ്മിറ്റിയാണ് കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. അപ്പൊ ഇത്ര നേരം നമ്മൾ മനസ്സിലാക്കുന്നത് മലനാടിനെ കുറിച്ചും പശ്ചിമഘട്ടത്തെ കുറിച്ചുമാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഇടനാട്. കേരളത്തിലെ ഭൂപ്രകൃതിയെ സമുദ്രനിരപ്പിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയി വിഭജിക്കാന്ന് പറഞ്ഞു. അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഇടനാട്. ഇപ്പൊ ഇടനാട് എന്ന് പറഞ്ഞാൽ ചെറിയ കുന്നുകളും താഴ്വരകളും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഉൾക്കൊള്ളുന്ന ഭൂഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഇടനാടാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതി 42% ഏതാണ്? ഇടനാടാണ്. അതുപോലെ തന്നെ ചെറിയ കുന്നുകളും താഴ്വരയും കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ഇടനാടാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 42% എവിടെയാണ്? ഇടനാടാണ്. ഇനി അതുപോലെ തന്നെ ഇടനാടിനെ ഈ സംഘകാലത്തിൽ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്ന ഇടനാട്? സംഘകാലത്തിൽ ഇടനാട് മരുതം എന്നാണ് അറിയപ്പെടുന്നത്. മരുതം എന്ന് സംഘകാലത്ത് അറിയപ്പെട്ട പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ഇടനാടാണ്. ഇടനാടിന്റെ കിഴക്കേ ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇടനാടിന്റെ കിഴക്കേ ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മലനാട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്താണ് തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇടനാട് എന്ന് പറയുന്നത് ഈ പറയുന്ന തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇടനാടിലെ പ്രധാനപ്പെട്ട മണ്ണിനം എന്ന് പറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണിനമാണ്. ഇടനാടിലെ പ്രധാനപ്പെട്ട മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണിനമാണ്. പ്രധാനപ്പെട്ട കൃഷിവിള ഏതാണെന്ന് വെച്ചാൽ അത് റബ്ബറാണ്. ഇടനാടിലെ പ്രധാനപ്പെട്ട കൃഷിവിള റബ്ബറാണ്. അതോടൊപ്പം തന്നെ ഇടനാടില് നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കുരുമുളക് പോലുള്ള കൃഷികളും എന്നിവയുടെയും കൃഷി നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടനാടിനെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് തീരപ്രദേശമാണ്. ഇപ്പൊ ഇടനാടിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.
അടുത്ത മനസ്സിലാക്കുന്നത് എന്താണ്? തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 10% മാത്രമേ എന്തുള്ളൂ? തീരപ്രദേശമുള്ളൂ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ആകെ 10% മാത്രമേ, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 10% മാത്രമേ എന്തുള്ളൂ? തീരപ്രദേശമുള്ളൂ. ഇനി തീരപ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ കടലിന്റെ ദൈർഘ്യം അല്ലെ, കേരളത്തിലെ കടലിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ തീരപ്രദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ പ്രദേശം തീരപ്രദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ പ്രദേശമുള്ള കടൽ തീരമുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കടൽത്തീരം കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കടൽത്തീരം കുറഞ്ഞ ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും കടൽത്തീരം കുറഞ്ഞ ജില്ല കൊല്ലമാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ്. ഏതാണ് താലൂക്ക്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ചേർത്തലയാണ്. അതുപോലെ കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കടൽത്തീരമില്ലാത്ത കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് തൃശ്ശൂരാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പറയും കണ്ണൂരാണ്. ഏറ്റവും കുറവുള്ളത് കൊല്ലവും, ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചേർത്തലയും, അതുപോലെ തന്നെ ഏറ്റവും കടൽത്തീരം ഇല്ലാത്ത കോർപ്പറേഷൻ എന്ന് വെച്ചാൽ അത് തൃശ്ശൂരുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത് കണ്ണൂരിലെ മുഴപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ ഈ തീരപ്രദേശങ്ങളിൽ പ്രധാനമായി കാണുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇൽമനേറ്റും മോണോസൈറ്റുമാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഏതാണ്? ഇൽമനേറ്റും മോണോസൈറ്റുമാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ പറഞ്ഞു കടൽത്തീരം കൂടുതലുള്ള ജില്ലകളുടെ എണ്ണം 9ആണ്. കടൽത്തീരം കൂടുതലുള്ള കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം, കേരളത്തിൽ കടൽത്തീരം ഉള്ള ജില്ലകൾ എത്രയാണ്? 9 ജില്ലകൾക്കാണ് കടൽത്തീരം ഉള്ളത്. എന്നാൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 5ആണ്. കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ എത്രയാണ്? 5ആണ്. ഏതൊക്കെയാണത്? പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് എന്നീ ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. കേരളത്തിലെ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്. ഇടുക്കി, കോട്ടയം, വയനാട്. ഇനി കടൽത്തീരമില്ലാത്ത ഈ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കൃഷിവിള എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തെങ്ങും നെല്ലുമാണ്. തീരപ്രദേശത്തെ പ്രധാന കൃഷിവിളകൾ എന്ന് പറഞ്ഞാൽ തെങ്ങും നെല്ലുമാണ്. ഇനി കേരളത്തിലെ കടൽത്തീര ദൈർഘ്യം എന്ന് പറയുന്നത് 500 അല്ലെങ്കിൽ തീരപ്രദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം, ഇത് നമ്മൾ ഏകദേശം ഒരു ചെറിയ ഡിസ്റ്റൻസ്, കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. എന്നാൽ കടൽത്തീര ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ പറഞ്ഞ തീരപ്രദേശം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രത്തിൽ നിന്ന് 7.5 മീറ്റർ വരെയുള്ള ഭാഗമാണ് ഏത്? തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള ഭാഗമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ട് നെല്ല്, അതുപോലെ തെങ്ങുമാണ് ഇവിടുത്തെ കൃഷിവിളകൾ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ 3 നദികൾ ഏതൊക്കെയാണ്? ഭവാനി, പാമ്പാർ, കബനി അല്ലെ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഈ കായലിനോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങൾ, വലിയ ജലാശയങ്ങളാണ് നമ്മൾ കായലുകൾ എന്ന് പറയുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് നമ്മൾ കായലുകൾ എന്ന് പറയുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെ കായലുകൾ എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, വേമ്പനാട്ട് കായലാണ്. ഇനി കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളെയാണ് നമ്മൾ തടാകങ്ങൾ അല്ലെങ്കിൽ തടാകങ്ങൾ എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട തടാകമാണ്. കൊല്ലം ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കായൽ എന്ന് പറയുന്നത് കടലോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങളാണ് കായൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇനി കരയോട് ചേർന്ന് കിടക്കുന്ന, കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ കൊല്ലം ശാസ്താംകോട്ട തടാകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുക. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങളാണ് കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാനും ഫാക്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും അടുത്ത ടോപ്പിക്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.